നമസ്കാരം. ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം സംഭവിക്കുകയാണ്. 99 വർഷങ്ങൾക്ക് ശേഷം സൂര്യനും ചൊവ്വയും വ്യാഴവും ഒന്നിച്ച് വന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് രാജയോഗത്തെക്കാൾ ഇരട്ടി സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. വ്യാഴം ഇടവം രാശിയിലും സ്ഥിതി ചെയ്യുന്നതായ ഒരു സമയം തന്നെയാകുന്നു. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്വരാശിയായ ചിങ്ങത്തിലാണ് ഉള്ളത്. ഇതിനൊപ്പം ഗ്രഹങ്ങളുടെ സേനാധിപതി എന്ന് അറിയപ്പെടുന്ന ചൊവ്വ ഓഗസ്റ്റ് 26-ന് മിഥുനം രാശിയിലേക്ക് വന്നെത്തുകയുമുണ്ടായി. ഈ ഗ്രഹങ്ങളുടെ അപൂർവ സംയോഗം ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അഥവാ ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ അഥവാ രാജയോഗത്തെക്കാൾ ഇരട്ടി സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഗ്രഹങ്ങളുടെ അപൂർവമായ സംഗമം പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ രാശിയിൽ ചൊവ്വ ലഗ്നഭാവത്തിലാണ്. സൂര്യൻ 5-ാം ഭാവത്തിലും സൂര്യന്റെ ദൃഷ്ടി ശനിയുടെ മേലുണ്ട് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. വ്യാഴവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ തന്നെ 3 ഗ്രഹങ്ങളുടെയും സ്ഥിതി ഈ രാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയമായി മാറും. ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവർക്ക് സാമ്പത്തികപരമായ ഉയർച്ച, വിജയങ്ങൾ നേടുക, അലട്ടിയിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും അല്പം മോചനം ലഭിക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ജോലിയിൽ ആഗ്രഹിച്ചതായ രീതിയിലുള്ള നേട്ടങ്ങൾ, ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പദവികൾ, സ്ഥാനങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല വിധത്തിലുള്ള ഭാഗ്യക്കുറികളുമായി ബന്ധപ്പെട്ടും കൂടാതെ നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഭാഗ്യ പരീക്ഷണത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകളുണ്ട്. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. പല വിധത്തിലും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ തൃപ്തികരമായിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം വന്നു ചേർന്നിരിക്കുന്നു എന്ന കാര്യം ഇവർ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു രാശി മകരം രാശിയാണ്. മകരം രാശിക്കാരുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മകരം രാശിക്കാരുടെ ധനഭാവത്തിൽ ശനിയാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം വ്യാഴം 5-ാം ഭാവത്തിലും ചൊവ്വ 6-ാം ഭാവത്തിലും സൂര്യൻ 8-ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ ഈ സ്ഥാനക്രമം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യകരമാണ് എന്ന് തന്നെ പറയാം. മകരം രാശിയിൽ സൂര്യനാൽ വിപരീത രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും ശുഭകരവും അപൂർവവുമായ യോഗമായി തന്നെ കരുതപ്പെടുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മകരം രാശിക്കാർക്ക് ഇത് 7 ശനി അവസാനിക്കുന്നതായ കാലം കൂടിയാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഇവർക്ക് ചില സൗഭാഗ്യങ്ങൾ പ്രധാനമായും കടന്നു വരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുക, പുതിയ ബിസിനസ് ആരംഭിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടമായ പണം തിരികെ ലഭിക്കാനുള്ള യോഗം വന്നു ചേരുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വളരെ ശുഭകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ സാധിച്ചു എന്ന് വരാം.
വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും കടാക്ഷത്താൽ ഈ രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. ഇവരുടെ കഠിനാധ്വാനങ്ങൾക്ക് ഫലമുണ്ടാകുന്ന അല്ലെങ്കിൽ അർഹതയ്ക്കനുസരിച്ചുള്ള ഫലം, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ സ്വീകാര്യത, നിങ്ങളുടെ സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ചൊവ്വയുടെ ദൃഷ്ടി 11ാം ഭാവത്തിൽ ആകയാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് സമയം. ഇവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായി കൽപ്പിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കാരണം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. പ്രധാനമായും വന്നു ചേരുക സാമ്പത്തികപരമായ അല്പം ഉയർച്ച. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ഈ സമയം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സഹായധനം ലഭിക്കാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. തുലാം രാശിയിൽ ജനിച്ചവരുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. 8ാം ഭാവത്തിൽ വ്യാഴവും ലാഭവുമായി ബന്ധപ്പെട്ട ഭാവത്തിൽ സൂര്യനും സ്ഥിതി ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ അല്ലെങ്കിൽ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. ചൊവ്വയും വ്യാഴവും മകീരം നക്ഷത്രത്തിലാണ് ഉള്ളത്. 6ാം ഭാവാധിപനായ വ്യാഴം 8ാം ഭാവത്തിലാണ് ഉള്ളത്. അങ്ങനെ വിപരീത രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. ഇതിലൂടെ തുലാം രാശിക്കാർക്ക് പല മേഖലകളിലും സഫലത അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ സഹായകരമാണ് ഈ സമയം. അവിവാഹിതരായ വ്യക്തികളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം, അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കാം. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സമ്പാദ്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സൂര്യന്റെ കടാക്ഷത്താൽ സമൂഹത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലതരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സഹായകരമാണ് ഈ സമയം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. കൂടാതെ ഈ സമയം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നൽകിയിരിക്കുന്നതായ കൈവായ്പ തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം അഥവാ ഈ രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയം തന്നെയാകുന്നു. ഈ സമയം സൂര്യദേവനെയും ഇഷ്ടദേവതയെയും ഭജിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.